السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، اللهم اغفر لنا ورحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. بسم الله الرحمن الرحيم وبه نستعين. قيامه بالنفس وحدانية منزها أوصافه ثانية. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹദാനിയത്ത്, സൽബിയായ സിഫത്തുകളിൽ നിന്ന് അഞ്ചാമത്തെ സിഫത്തും ആകെ വാജിബായ സിഫത്തുകളിൽ നിന്നിട്ട് ആറാമത്തെ സിഫത്തുമാവുന്ന വഹദാനിയത്ത്, ഏകത്വം, അള്ളാഹുവിനെ സംബന്ധിച്ച് വിശ്വസിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായ ഒരു സിഫത്താണ് അള്ളാഹുവിന്റെ ഏകത്വം. യഥാർത്ഥത്തിൽ ഈ ലോകത്ത് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആരംഭം മുതൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ദൗത്യകാലത്തിന്റെ സമീപം വരെയുള്ള കാലത്ത് ലോകത്ത് തൗഹീദിൽ വിശ്വസിക്കുന്ന, ഏക ഇലാഹിൽ വിശ്വസിക്കുന്നവർ മാത്രമായിരുന്നു. അതാണ് അല്ലാഹു തആല പറഞ്ഞ കാനന്നാസു ഉമ്മത്തൻ വാഹിദ, മനുഷ്യർ മൊത്തം ഒരു അള്ളാഹുവിൽ വിശ്വസിച്ച് ആ റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരായിരുന്നു. ഇടക്കാലത്ത് കുറെയൊക്കെ തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ, വീഴ്ചകളൊക്കെ വരുത്തി വെച്ചവരുണ്ടെങ്കിൽ പോലും അള്ളാഹുവിന്റെ തൗഹീദിന്റെ വിഷയത്തിൽ ആർക്കും സംശയമുണ്ടായിരുന്നില്ല. അങ്ങനെ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലം കഴിഞ്ഞു, പിന്നീട് ഷീസ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടം കഴിഞ്ഞു, അതിനുശേഷം ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിന്റെയും കാലഘട്ടം കഴിഞ്ഞു. ഇടക്കാലത്ത് പിന്നീട് പ്രവാചകന്മാരില്ലാതെ കുറെ നൂറ്റാണ്ടുകൾ കടന്നുപോയപ്പോൾ വിവരമുള്ളവര് ഇല്ലാതെ വരികയും വിവരം കെട്ട ആളുകൾ നേതൃത്വത്തിൽ വരികയും ചെയ്ത സാഹചര്യം ശരിക്ക് മുതലെടുത്തുകൊണ്ട് ഇബ്ലീസ് കേറ്റിക്കൂട്ടിയ ഒരു തെറ്റിദ്ധാരണയാണ് യഥാർത്ഥത്തിൽ ബൗദ്ധ വിശ്വാസം. അന്ന് മുതൽ ഇന്നോളം ലോകത്ത് നിലനിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ബൗദ്ധ വിശ്വാസികൾ. ഈ ലോകത്തിനും ഇതിലുള്ള സൃഷ്ടി ചരാചരങ്ങൾക്കൊക്കെയും ഒരു സൃഷ്ടാവും പരിപാലകനും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതോടുകൂടി ഈ റബ്ബിന് മക്കളുണ്ടെന്നും അത് ആൺമക്കളുണ്ടെന്നും പെൺമക്കളുണ്ടെന്നും ഭാര്യയുണ്ടെന്നും പിതാവുണ്ടെന്നും പുത്രന്മാരുണ്ടെന്നും ഒന്നൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് ബൗദ്ധ വിശ്വാസികൾ ഈ ലോകത്തുണ്ട്. അതുകൊണ്ട് തന്നെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ആഗമനത്തോടു കൂടി തുടങ്ങി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യം വരെയുള്ള എല്ലാ പ്രവാചകന്മാരും തൗഹീദാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറഞ്ഞത്. ദൈവമില്ല, ഈ ലോകത്തിന് സൃഷ്ടാവില്ല എന്നത് എക്കാലത്തും തനി വിഡ്ഢികളും ബുദ്ധിശൂന്യരുമായിരിക്കുന്ന വളരെ ചെറിയൊരു ന്യൂനപക്ഷം മാത്രം ബാധിച്ചതാണ്. അത് ശാസ്ത്രത്തിനും വിജ്ഞാനത്തിനും ബുദ്ധിക്കും യുക്തിക്കും ഒക്കെ നിരക്കാത്ത വാദമായതുകൊണ്ട് തന്നെ ലോകത്തെന്നും വളരെ ചെറിയ ന്യൂനപക്ഷം മാത്രമേ ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവും പരിപാലകനും ഇല്ല എന്ന് വിശ്വസിക്കുന്നുള്ളൂ. അതുകൊണ്ട് അത്തരം പരാമർശം അവർക്കെതിരെയുള്ള മറുപടികൾ വളരെ കുറച്ച് ഭാഗമേ കാണൂ, കാരണം അത്രയേ അതിന് ആവശ്യമുള്ളൂ എന്നുള്ളവർക്ക്. എന്നാൽ ഈ സൃഷ്ടാവും പരിപാലകനുമായ ഒരുവനുണ്ടെന്ന് വിശ്വസിക്കുന്നതോടുകൂടി അവന് സഹായികളുണ്ട്, അവന് കൂട്ടുകാരുണ്ട്, അവന് എതിരുകാരുണ്ട്, അതല്ലെങ്കിൽ അവന് സമാനരായവരുണ്ട്, അവന് മക്കളുണ്ട്, ഭാര്യമാരുണ്ട്, കുടുംബങ്ങളുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് ബൗദ്ധ വിശ്വാസികളുണ്ട്. ഈ വിശ്വാസത്തെ നിർമ്മാർജ്ജനം ചെയ്ത് എല്ലാ അർത്ഥത്തിലും ഏകത്വം അവകാശപ്പെടാൻ അള്ളാഹു മാത്രമുള്ളൂ എന്നും അള്ളാഹു അല്ലാത്ത എല്ലാം ഇരട്ടകളാണ്, ഇരട്ടാന്നല്ല ഒന്നിലധികമുള്ളതാണ്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ, അല്ലാഹു തആല പറഞ്ഞു, മിമ്മാ തുംബിത്തുൽ അർദു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഭൂമിയിൽ നിന്നിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കളാവട്ടെ, മനുഷ്യ ജീവജാലങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ ശരീരങ്ങളിലാവട്ടെ, ഇന്ന് നിങ്ങൾക്കറിയാത്ത പിൽക്കാലത്ത് ലോകം കണ്ടെത്തുന്ന വസ്തുക്കളിലാവട്ടെ, ഇതിലൊക്കെ ഒന്നിലധികം വസ്തുക്കൾ കൂട്ടി ഇണകളായിട്ടാണ് സൃഷ്ടിച്ചത്.
ഈ ഇണകളില്ലാത്ത ഒരു ഏകത്വമുള്ളത് അള്ളാഹുവിന് മാത്രമാണ്. അത് അള്ളാഹു തആല തന്നെ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇലാഹുക്കും ഇലാഹും വാഹിദ്. നിങ്ങളുടെ നന്മ തിന്മകളുടെ യജമാനനായ, നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാധന ചെയ്യാൻ അർഹതപ്പെട്ടവനായ നാഥൻ ഒരുവൻ മാത്രമാണ്, അവൻ എല്ലാ അർത്ഥത്തിലും ഏകത്വമുള്ളവനാണ് എന്ന് തുടങ്ങുന്ന ധാരാളം ആയത്തുകളിലൂടെ അള്ളാഹുവിന്റെ ഏകത്വം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ തന്നെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ബോധ്യപ്പെടാത്ത ആളുകൾക്ക് യുക്തി കൊണ്ടും അള്ളാഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ട്, ലൗ കാന ഫീഹിമാ ഇല്ലല്ലാഹ് ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ. സൂറത്തുൽ അംബിയായിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, ഈ പ്രപഞ്ചത്തിൽ ആകാശഭൂമികളിൽ സർവശക്തനും സർവജ്ഞനുമായ എല്ലാ ഉപകാരോപദ്രവങ്ങളുടെയും ഉടമയായ അള്ളാഹു അല്ലാതെ ഇലാഹുകൾ ലോകത്ത് ഉണ്ടെന്ന് വന്നാൽ ലഫസദത, ഈ ആകാശഭൂമി ഉൾക്കൊള്ളുന്ന ഈ സൃഷ്ടിജാലങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. കേടുവന്നു പോകുന്നല്ല അർത്ഥം വെക്കണ്ട്. കേടുവന്നു പോകും എന്നർത്ഥം വെച്ചിട്ട് പലരും തെറ്റിദ്ധരിച്ച് യഥാർത്ഥത്തിൽ അത് കൃത്യമായ തെളിവല്ല, ഏകദേശ തെളിവാണ് എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അതേസമയത്ത് ലഫസദത്താൻ അത് രണ്ടും ഉണ്ടാവില്ല. ഈ പ്രപഞ്ചം, ആകാശഭൂമി ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചം തന്നെ ഈ ഉണ്ടാവില്ല എന്ന്. കാരണം എന്തുകൊണ്ടുണ്ടാവില്ല? ഇവിടെ തുല്യശക്തിയും തുല്യാധികാരവും തുല്യ അറിവും തുല്യ കഴിവുമുള്ള ഒന്നിൽ കൂടുതൽ ശക്തികളുണ്ടെങ്കിൽ ഒരു വസ്തു പൂർണ്ണാധികാരവും കഴിവും ഉള്ള ഒരു സൃഷ്ടാവ് ഉണ്ടാക്കണമെന്ന് കരുതുന്നു, മറ്റൊരാൾ ഉണ്ടാക്കണ്ടെന്ന് കരുതുന്നു. എന്നാൽ രണ്ടും ഉണ്ടാവില്ല. ഉണ്ടാക്കലും ഉണ്ടാവില്ല, ഇല്ലാതിരിക്കലും ഉണ്ടാവില്ല. അല്ല, ഒരാളത് ഉദ്ദേശം നടന്നു, മറ്റേയാളത് നടന്നില്ല. എന്നാൽ ഉദ്ദേശം നടന്ന ആൾ കഴിവുള്ള ആൾ, മറ്റേ ആൾ കഴിവില്ലാത്ത ആള്. കഴിവില്ലാത്ത ആള് പിന്നെ ആ കഴിവുള്ള അള്ളാഹുവിന് തുല്യരാവില്ലോ, അപ്പൊ എണ്ണണ്ടയില്ല. ഇനി രണ്ടാളും കൂടി യോജിച്ചു ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ചു. എന്നാൽ ഒരു വസ്തുവിന് സമ്പൂർണമായ രണ്ട് കാരണങ്ങൾ ഉണ്ടാവില്ല. ഒരു വസ്തുവിന്റെ ഉത്ഭവത്തിന് സമ്പൂർണമായ രണ്ട് കാരണങ്ങൾ ഉണ്ടാവില്ല. ഒരു അപൂർണമായ കാരണവും മറ്റൊരു അപൂർണമായ കാരണവും കൂടിയിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ ഒരു പൂർണ്ണ കാരണമായേക്കും. ഇതല്ല, ഇലാഹാവണമെങ്കിൽ സമ്പൂർണനാവണല്ലോ. അപ്പൊ സമ്പൂർണ്ണ കഴിവുള്ള രണ്ട് ശക്തികൾ ഒരു വസ്തുവിൽ ഒന്നിച്ച് പ്രവർത്തിച്ചാൽ അത് അസംഭവ്യമാണ്. ഒരു സമ്പൂർണ്ണ കഴിവ് കൂടി തന്നെ പൂർണ്ണമായി അത് ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ കഴിവ്, ആ ഫോഴ്സ് എന്തിനുപയോഗിച്ചതാ? അപ്പോ ഒരേ സമയത്ത് രണ്ടാളും കൂടി ഒരു വസ്തു ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ചാലും ഉണ്ടാവൂല, ഒരു വസ്തു ഇല്ലാതാക്കണമെന്ന് രണ്ടാൾ കൂടി ഉദ്ദേശിച്ചാലും കാണാം. കാരണം ഒരാളുടെ കഴിവ്, ഒരു ഫോഴ്സ് ഫലപ്പെട്ടാൽ രണ്ടാമത്തെ ഒരു ഫോഴ്സ് പിന്നെ അതിൽ ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം അത് രണ്ടും തുല്യതല്ല. പിന്നെ എതിർത്താവൂല എന്നുള്ള ഉറപ്പാണ്. ഇനി രണ്ടാളൊന്നായാൽ അയാൾ മാത്രമാണ് കഴിവുള്ള ആൾ, മറ്റേ ആൾ കഴിവില്ലാത്ത ആളാണ്, കഴിവില്ലാത്ത ആളില്ലാകാൻ കഴിയില്ല. ഇനി നാടൻ ശൈലിയിൽ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഒരു വസ്തു തുല്യധികാരമുള്ള ഒരു പോസ്റ്റിൽ രണ്ടാളുകൾ നിന്നാൽ പിന്നെ ഈ ലോകത്തൊന്നും നടക്കില്ല എന്നത് നമ്മുടെ അനുഭവമാണല്ലോ. ഞാൻ ചെറുതായി പറയാ, കഥ പറയല്ല, നേരിട്ട് നമ്മൾ ഇന്ത്യക്കാരനുഭവിച്ച സമീപകാലത്തുണ്ടായ ഒരു സംഭവമാണ്. ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ സമ്പൂർണ്ണ അധികാരമുള്ള ഒരു സ്വതന്ത്ര ഇന്ത്യൻ ഗവൺമെന്റ്, ഇന്ത്യൻ ജുഡീഷ്യറി, ഇലക്ഷൻ കമ്മീഷൻ, ഇതൊക്കെ പൂർണ്ണ അധികാരങ്ങളുള്ള ഒരു ശക്തിയാണ്. ഈ ഇലക്ഷൻ കമ്മീഷൻ ഏകാംഗ കമ്മീഷനായിരുന്നു. അങ്ങനെ ശേഷൻ സാറ് കമ്മീഷണറായി വന്നപ്പം അയാളൊരു ബ്രാഹ്മണനാണെന്ന് മാത്രമല്ല, ഒരു തന്റെ അധികാരം പൂർണ്ണമായിട്ട് ഉപയോഗിക്കണം എന്ന് നിർബന്ധമുള്ള ആളായിരുന്നു. അദ്ദേഹം ഇലക്ഷൻ കമ്മീഷന്റെ നിയമങ്ങൾ പൂർണ്ണമായി അങ്ങനെ നടത്താൻ തുടങ്ങിയപ്പോ ഇന്ത്യയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രയാസമായി. അത് കോൺഗ്രസ് ഭരിക്കുന്ന കാലം കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ തലവേദനയായി. ഈ തലവേദന, ഇതൊരു സ്വതന്ത്ര
കമ്മീഷൻ ആയതുകൊണ്ട് ഗവൺമെന്റിന് നേരിട്ടൊന്നും ചെയ്യാനും കഴിയില്ല. അങ്ങനെ വന്നപ്പം ഇന്ത്യൻ പാർലമെന്റ് കൂടിയിട്ട് ഐക്യകണ്ഠേന ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എന്താക്കി, തുല്യ അധികാരമുള്ള 3 അംഗ കമ്മീഷനാക്കി ഇലക്ഷൻ കമ്മീഷനെ മാറ്റി. അങ്ങനെ 3 അംഗങ്ങളെ 2 ആളെ കൂടി നിർദ്ദേശിച്ചു. എല്ലാവരും തുല്യ അധികാരമുള്ള, ഒരാള് ചീഫും മറ്റൊരു അസിസ്റ്റന്റും അല്ല, 3 ആളും തുല്യാവകാശികൾ. അങ്ങനെ തുല്യ അധികാരമുള്ള സ്വതന്ത്രാധികാരമുള്ള 3 ആളുകൾ ഒരു കമ്മീഷനിൽ വന്നപ്പോ ഇലക്ഷൻ കമ്മീഷൻ നിശ്ചലമായി. ഇത് നമ്മൾ അനുഭവിച്ചതാണ്. കാരണം ആരാണ് യോഗം വിളിക്കേണ്ടത് അറിയില്ല, 3 ആളും തുല്യാവകാശികളാണ്. യോഗം വിളിച്ചാൽ ആരാണ് അധ്യക്ഷം വഹിക്കേണ്ടത്? 3 ആളും തുല്യാധികാരാണ്. ഒരു നിവൃത്തിയില്ല. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആരാണ് പ്രഖ്യാപിക്കേണ്ടത്? ഒരു തീരുമാനമില്ല. ഇങ്ങനെ ചുരുക്കത്തിൽ തുല്യാധികാരമുള്ള 3 വ്യക്തികൾ ഇലക്ഷൻ കമ്മീഷൻ ഭരിക്കാൻ തുടങ്ങിയപ്പോ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ നിശ്ചലമായി, പ്രവർത്തനരഹിതമായി. അവസാനം തുല്യാധികാരമുള്ള 3 ശക്തികൾ ഇലക്ഷൻ കമ്മീഷനായി തെരഞ്ഞെടുത്ത അതേ ഇന്ത്യൻ പാർലമെന്റ് അവസാനം മുഖ്യ കമ്മീഷണർ എന്നും പ്രധാന കമ്മീഷണർ എന്നും 2ആക്കി തിരിച്ച് 3 ആളെയും 3 സ്ഥാനത്ത് വെച്ചു. അപ്പൊ പിന്നെ തുല്യാവകാശികൾ അധികാരികളല്ലാണല്ലോ. അപ്പൊ എവിടെയും പരമാധികാര സഭയിൽ, പരമാധികാര സ്ഥാനത്ത് തുല്യ അധികാരമുള്ള, തുല്യ കഴിവുള്ള 1ൽ കൂടുതൽ ശക്തികൾ ഉണ്ടായാൽ അവിടെ പിന്നെ ഒന്നും നടക്കൂല. അതാണ് അല്ലാഹു തആല പറഞ്ഞു, ലൗകാന ഫീമാ ആലിയത്തുൻ ഇല്ലല്ലാഹു ലഫസദത. ഈ ലോകം, ഈ പ്രപഞ്ചം, ആകാശഭൂമി ഉൾപ്പെടെയുള്ള ഒന്നും ഉണ്ടാവൂല. അപ്പൊ ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ട് എന്നത് ഒരു മഹാശക്തിയുടെ സാന്നിധ്യം അറിയിക്കുന്നതോടുകൂടി ആ മഹാശക്തിക്ക് തുല്യനായി, സമാനനായി മറ്റൊരാളില്ല, അവൻ ഏകനാണ് എന്നതിന്റെ മേൽ അറിയിക്കുന്ന ബുദ്ധിപരമായ ന്യായം. വിശദമായി പറഞ്ഞാൽ ഒരു പാടുണ്ട്, ഇവിടെ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാം. അപ്പോ എന്താണ് അള്ളാഹുവിന്റെ ഏകത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വഹ്ദാനിയത്താണല്ലോ. വഹ്ദാനിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ദാത്തിലും ഏകനായതുപോലെ അവന്റെ വിശേഷ ഗുണങ്ങളാവുന്ന സിഫത്തുകളിലും ഏകനാണ്. അവന്റെ അഫ്ആൽ എന്ന് പറയുന്ന അവന്റെ പ്രവൃത്തികളിലും ഏകനാണ്. അപ്പൊ ദാത്ത്, സിഫാത്ത്, അഫ്ആൽ, അവന്റെ പരിശുദ്ധ സത്ത, അവന്റെ വിശേഷ ഗുണങ്ങള്, അവന്റെ പ്രവൃത്തികള്, ഇതിലൊക്കെയും അവൻ ഏകനാണ്. ഏകനാണെന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ ഏകനാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ വിശുദ്ധ ദാത്ത് പലതുകൊണ്ട് ചേർന്ന നമ്മുടെ ശരീരങ്ങളെ പോലെയല്ല. നമ്മുടെ ശരീരം രക്തം, മാംസം, മജ്ജ, എല്ല്, തൊലി, ഇങ്ങനെ പലത് കൂടിയിട്ടാണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരങ്ങൾക്ക് പല ഭാഗങ്ങളുണ്ട്. മേൽഭാഗം, കീഴ്ഭാഗം, ഇടതുവശം, മുൻവശം, വലതുവശം, പിൻവശം, ഇങ്ങനെ 6 വശങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തല, കൈകാലുകള്, ഉടല്, ഇങ്ങനെ ഭാഗങ്ങളുണ്ട്. ഇങ്ങനെ അവയവങ്ങൾ കൊണ്ടോ ഭാഗങ്ങൾ കൊണ്ടോ അതുപോലെ തന്നെ പലതുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതോ അല്ല അല്ലാഹു തആല. അവന്റെ വിശുദ്ധ ദാത്ത് ഏകമാണ്. മാത്രമല്ല അവന്റെ വിശുദ്ധ ദാത്തിന് സമാനമായ മറ്റൊരു വസ്തു ഇല്ല തന്നെ. ഇതാണ് ദാത്തിൽ ഒരുവനാകുക പറയുന്നത്. അതേ സമയത്ത് സിഫാത്തിൽ ഒരുവനാകുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വാജിബായ 20 സിഫത്തുകളുണ്ടല്ലോ. ഈ സിഫത്തുകളിൽപ്പെട്ട ഒരൊറ്റ സിഫത്തും അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട യാതൊരു സൃഷ്ടിക്കുമില്ല. അള്ളാഹുവിന്റെ സിഫത്തുകൾക്ക് സമാനമായൊരു സിഫത്ത് ലോകത്തൊരാൾക്കും തന്നെ ഇല്ല. ചിലത് പേരിലൊത്തു കാണും, പക്ഷേ വസ്തുതയിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഉദാഹരണം, വുജൂദ് എന്ന് പറയാൻ ഉണ്ടാവലാണ്, ഉണ്ടായിരിക്കുക. അള്ളാഹു തആലാക്ക് വുജൂദുണ്ട്, നമുക്കും വുജൂദുണ്ടല്ലോ. അള്ളാഹു തആലാക്ക് കഴിവുണ്ട്, കുദറത്തുണ്ട്, നമുക്കും കഴിവുണ്ട്. അള്ളാഹുവിന് അറിവുണ്ട്, നമുക്കും അറിവുണ്ട്. അള്ളാഹുവിന് കേൾവിയുണ്ട്, നമുക്കും കേൾവിയുണ്ട്. അള്ളാഹുക്ക് കാഴ്ചയുണ്ട്, നമുക്കും കാഴ്ചയുണ്ട്. ഇതൊക്കെ പേരിലൊക്കും. പക്ഷേ എല്ലാ അർത്ഥത്തിലും ഈ സിഫത്തുകൾ പടപ്പുകളുടെ സിഫത്തുമായിട്ട് വ്യത്യസ്തമാണ്. കാരണം എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ദാത്ത് വാജിബ് അനിവാര്യമായതുപോലെ ഈ 20 സിഫത്തുകളും അനിവാര്യങ്ങളാണ്. ഉണ്ടായേ തീരൂ, ഇല്ലാതിരിക്കാൻ പറ്റില്ല. എന്നാൽ സൃഷ്ടികൾ ഒരിക്കലും നിർബന്ധമായ ഉണ്ടായേ തീരൂ എന്നുള്ളതില്ല. അതുപോലെ തന്നെ സൃഷ്ടിയുടെ സിഫത്തുകളിൽപ്പെട്ട ഒരു ഗുണവും അനിവാര്യമായതില്ല. സൃഷ്ടികൾ ഉണ്ടാവലും ഇല്ലാതിരിക്കലും സമമായ മുംകിനായതുപോലെ സൃഷ്ടികളുടെ വിശേഷ ഗുണങ്ങളാവുന്ന സിഫത്തുകളും
ഉണ്ടാവലും ഇല്ലാതിരിക്കലും സാധ്യതയുള്ള വെറും കേവല മുംകിന് മാത്രമാണ്. അതിന് പുറമെ അള്ളാഹുവിന്റെ സിഫത്തുകൾ അള്ളാഹുവിനെ പോലെ തന്നെ ആദ്യവും അന്ത്യവും ഇല്ലാത്തതാണ്. സൃഷ്ടികളുടെ സിഫത്തുകളെല്ലാം ആദ്യവും അന്ത്യവും ഉള്ളതാണ്. അള്ളാഹുവിന്റെ സിഫത്തുകളൊക്കെ സ്വയം ഉള്ളതാണ്, മറ്റൊരാളിൽ നിന്ന് ലഭിച്ചതല്ല. സൃഷ്ടികളുടെ സിഫത്തുകളൊക്കെ സ്വയം ഉള്ളതായ ഒരു സിഫത്തുമില്ല, അള്ളാഹു നൽകിയിട്ട് ലഭിച്ചതാണ്. അപ്പൊ നോക്കിയാൽ അള്ളാഹുവിന്റെ റാത്തും സിഫത്തും വാജിബാണ്, പടപ്പുകളുടെ റാത്തും സിഫത്തും മുംകിനാണ്, അഥവാ ഉണ്ടാവാമില്ലാതിരിക്കാം, അത്രയേ ഉള്ളൂ. അള്ളാഹുവിന്റെ വിശുദ്ധതാത്തും അവന്റെ വിശേഷ ഗുണങ്ങളാവുന്ന സിഫത്തും ആദ്യവും അന്ത്യവും ഇല്ലാത്തതാണ്. സൃഷ്ടികളുടെ തടിയായാലും ഗുണമായാലും ആദ്യവും അന്ത്യവും ഉള്ളതാണ്. അള്ളാഹുവിന്റേത് റാത്തും അവന്റെ സിഫത്തും സ്വയമുള്ളതാണ്, പടപ്പുകളുടേത് സ്വയമുള്ളതല്ല, അള്ളാഹു തന്നിട്ട് ലഭിച്ചതാണ്. ഇപ്പൊ പേരിലെ യോജിപ്പുള്ളൂ, വസ്തുതയിൽ എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ റാത്ത് മനുഷ്യരുടെ റാത്തുമായി വ്യത്യാസപ്പെട്ടതുപോലെ അള്ളാഹുവിന്റെ വിശേഷ ഗുണങ്ങളാവുന്ന സിഫത്തുകളും സൃഷ്ടികളുടെ ഗുണങ്ങളുമായി വ്യത്യാസപ്പെട്ടതാണ്. ഇതാണ് അള്ളാഹുവിന്റെ സിഫത്തിൽ ഒരുവനാകുക. മറ്റൊന്ന് സിഫത്തിൽ ഒരുവനാകാൻ അള്ളാഹുവിന് കുതിർത്ത് ഒന്നേ ഉള്ളൂ, രണ്ടു തരം കുതിർത്ത് അള്ളാഹ്ക്കില്ല. അള്ളാഹു തആലാന്റെ അറിവ് ഒരു തരത്തിൽ ഒന്നേ ഉള്ളൂ, ഒന്നിലധികം അറിവുകൾ അള്ളാഹു തആലാക്കില്ല. ഇങ്ങനെ ഓരോ സിഫത്ത് ഒന്നിലധികം സിഫത്തുകളില്ല. ഇങ്ങനെ ദാത്ത് സിഫത്ത് എന്നതുപോലെ അഫ്ആലിൽ ഒരുവനാകുക എന്ന് പറഞ്ഞാൽ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടിക്കും സ്വന്തമായി ഒരു പ്രവൃത്തിയും ചെയ്യാൻ കഴിയുന്നവരില്ല. അള്ളാഹു അവന്റെ എല്ലാ പ്രവൃത്തികളും സ്വയം ചെയ്യുന്നവനാണ്. അവന് മറ്റൊരാളെ സഹായിയുടെ ആവശ്യമില്ല, മറ്റൊരാളുടെ ഒത്താശന്റെ ആവശ്യമില്ല, മറ്റൊരാളുടെ സഹകരണത്തിന്റെ ആവശ്യമില്ല, സ്വയം ചെയ്യുന്നവനാണ്. തന്നെയുമല്ല, ഇല്ലായ്മയിൽ നിന്നിട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഹൽക്ക് സൃഷ്ടിപ്പ് എന്നത് അള്ളാഹുവിന് മാത്രം സാധ്യമാവുന്നതാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരാൾക്കും സാധ്യമല്ല. മനുഷ്യൻ സൃഷ്ടികളെ അള്ളാഹു സൃഷ്ടിച്ചതുപോലെ സൃഷ്ടികളുടെ പ്രവർത്തനങ്ങളും അള്ളാഹു സൃഷ്ടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, നാം കേൾക്കുന്നു, കാണുന്നു, സംസാരിക്കുന്നു, നടക്കുന്നു, ഇരിക്കുന്നു, തൊഴിലെടുക്കുന്നു, വിശ്രമിക്കുന്നു, ഇതൊന്നും സ്വന്തമായി നമ്മുടെ കഴിവുകൊണ്ടല്ല, അള്ളാഹു നൽകുന്നതായ അറിവും കഴിവും ഉദ്ദേശവും കൊണ്ട് നാം ചെയ്യുന്നതാണ്. ഇതിലൊന്നും നമ്മുടേതായിട്ടില്ല. അപ്പൊ ഒരു മനുഷ്യൻ അയാളുടെ ഉദ്ദേശപൂർവം ഒരു കാര്യം അള്ളാഹു തന്ന അവയവങ്ങളെ കൊണ്ട് അള്ളാഹു തന്ന കഴിവുപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അതിന് കസ്ബ് എന്നാ പറയാ. ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞല്ലോ, ലഹാ മാ കസബത്ത് വഅലൈഹാ മക്തസബത്ത്. ഓരോ ശരീരവും പ്രവർത്തിക്കുന്ന സൽക്രമങ്ങളുടെ ഫലം ആ ശരീരത്തിനാണ്, ഓരോ ശരീരവും പ്രവർത്തിക്കുന്ന ദുഷ്കർമ്മങ്ങളുടെ പ്രത്യാഘാതവും അവർക്ക് തന്നെയാണ്. ഇതിനെപ്പറ്റി അള്ളാഹു തആല കസ്ബ് എന്നാ പറഞ്ഞത്. കസ്ബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്ന ശരീരാവയവങ്ങളെ കൊണ്ട് അവൻ തന്ന കുതിരത്താവുന്ന കഴിവുകൊണ്ട് ഉദ്ദേശപൂർവം ചെയ്യുന്ന പ്രവർത്തികൾക്ക് കസ്ബ് എന്ന് പറയും. ഇപ്പൊ നിസ്കരിക്കുന്ന ഒരാള്, അല്ലെങ്കിൽ നോമ്പെടുക്കുന്ന ഒരാള്, സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ഏത് കാര്യം ചെയ്യട്ടെ, ഈ ചെയ്യാനുള്ള ശരീരത്തിന്റെ അവയവങ്ങൾ അള്ളാഹു തന്നതാണ്. ഈ അവയവങ്ങൾക്കുള്ള കഴിവ് അള്ളാഹു തന്നതാണ്. ഈ നിസ്കരിക്കണം എന്നുള്ള ഉദ്ദേശം അള്ളാഹു നമുക്ക് തന്നതാണ്. അപ്പൊ അള്ളാഹു തന്ന അറിവും കഴിവും അവയവവും ഉപയോഗിച്ചുകൊണ്ട് ഉദ്ദേശപൂർവ്വം ഈ ചെയ്യുന്നതിന് കസ്ബ് എന്ന് പറയുന്നു. പക്ഷെ ഈ കസ്ബ് ചെയ്യുമ്പോൾ കാര്യങ്ങളെ ഹൽക്ക് ചെയ്യുക, സൃഷ്ടിക്കുക എന്നത് അള്ളാഹുവാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഭക്ഷണം കഴിക്കുന്നു മനുഷ്യൻ കസ്ബായിട്ട്, പക്ഷെ വിശപ്പ് മാറ്റുന്നത് അള്ളാഹു സൃഷ്ടിക്കുകയാണ്. വെള്ളം കുടിക്കുന്നു ദാഹിക്കുന്ന മനുഷ്യൻ, അത് പഠിപ്പിന്റെ കസ്ബാണ്. ദാഹം മാറ്റുക എന്ന് പറയുന്ന അള്ളാഹു തആല സൃഷ്ടിക്കുന്ന ഹൽക്കാണ്. ഇങ്ങനെ ഏതൊരു പ്രവർത്തനങ്ങൾ നമ്മൾ സ്വോദ്ദേശം നമ്മുടെ അവയവങ്ങളും കഴിവും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അള്ളാഹു തആല ആ സംഗതിയെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കസ്ബ് സൃഷ്ടിയുടേതും ഹൽക്ക് അള്ളാഹുവിന്റേതുമാണ്. ഇല്ലായിൽ നിന്നിട്ട് ഉണ്ടാക്കുക എന്നത് അള്ളാഹു.
എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ തെറ്റിദ്ധരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ ഭക്ഷണം കഴിച്ചത് കാരണം വിശപ്പ് മാറി, വെള്ളം കുടിച്ചത് കാരണം ദാഹം മാറി, തീയിൽ തൊട്ടത് കാരണം പൊള്ളി, ഐസിൽ തൊട്ടത് കാരണം തണുത്തു എന്നൊക്കെ പറയുന്നത് ശരിയല്ല. അതായത് ഈ ചെയ്യുന്ന കസ്ബുകളൊക്കെ സബബായിട്ട്, ഈ സബബ് കാരണമായിട്ട്, ഈ കാരണത്തിന്റെ അനുബന്ധിച്ചുകൊണ്ടുണ്ടാവുന്ന കാര്യങ്ങളാണ് ഈ പ്രവൃത്തികളൊക്കെ എന്ന് പറയുന്നതും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം അബദ്ധമാണ്. മറിച്ച് കസ്ബ് എന്ന് പറയുന്ന ഈ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിനെ തുടർന്ന് അല്ലാഹു തആല ഖൽഖ് ചെയ്യാണ്. ഈ പ്രവൃത്തി ചെയ്യുമ്പോഴാണ് അല്ലാഹു ഖൽഖ് ചെയ്യുന്നത് അർത്ഥം. അതായത് വെള്ളം കുടിക്കുന്നു, വെള്ളം കുടിക്കുക എന്ന കസ്ബ് സൃഷ്ടി ചെയ്യുമ്പോൾ അതിനെ അനുബന്ധിച്ച് അല്ലാഹു തആല ദാഹം മാറ്റുക എന്നതിനെ സൃഷ്ടിക്കുന്നു. ഭക്ഷണം കഴിക്കുക എന്ന പ്രവൃത്തി കസ്ബ എന്ന നിലക്ക് സൃഷ്ടി ചെയ്യുമ്പോൾ വിശപ്പ് മാറ്റുക എന്ന സംഗതി അല്ലാഹു സൃഷ്ടിക്കുന്നു. തീയിൽ തൊടുക എന്ന കസ്ബ് മനുഷ്യൻ ചെയ്തപ്പോൾ പൊള്ളുക എന്ന് പറയുന്ന കാര്യം അല്ലാഹു സൃഷ്ടിക്കുന്നു. ഐസിൽ തൊടുക എന്ന് പറയുന്ന കസ്ബാവുന്ന പ്രവൃത്തി സൃഷ്ടി ചെയ്തപ്പോൾ തണുക്കുക എന്ന് പറയുന്ന കാര്യം അല്ലാഹു ഖൽഖ് ചെയ്യുന്നു. അപ്പോൾ ഈ പറയപ്പെട്ട കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലാഹു തആല സൃഷ്ടിക്കുന്നു എന്നല്ലാതെ ഇത് കാരണം സൃഷ്ടിച്ചതല്ല. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇവിടെ ലോകത്തൊന്നും നടക്കാൻ കാരണത്തിന്റെ ആവശ്യമില്ല. കാരണം കൊണ്ടല്ല പടക്കുന്നത്, കാരണം ഉണ്ടാകുമ്പോൾ അല്ലാഹു തആല പടക്കുന്നു. ഇങ്ങനെയാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് വിശ്വസിക്കാൻ കൽപ്പിക്കപ്പെട്ടത്. അഥവാ ഖൽഖ് അല്ലാഹുവിന്റേതും കസ്ബ് പടപ്പിന്റേതുമാണ്. ഇങ്ങനത്തെ കാര്യങ്ങളിലേ കസ്ബ് തന്നെ ഉള്ളൂ. അതായത് ഉദ്ദേശപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങൾ. ഉദ്ദേശപൂർവ്വം ചെയ്യുന്ന കാര്യം തന്റെ അറിവനുസരിച്ചും തന്റെ കഴിവുകൊണ്ടും തന്റെ അവയവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്വേഷ്ടപ്രകാരം ചെയ്യുമ്പോൾ അതിന് കസ്ബ് എന്ന് പറയും. ഇങ്ങനെ ചെയ്യുമ്പോൾ കാര്യങ്ങൾ ഉണ്ടാവുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. അപ്പൊ സൃഷ്ടിക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ സൃഷ്ടികൾക്ക് സ്വാധീനമേ ഇല്ല. അത് അല്ലാഹു തആലയാണ് നടക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള തൗഹീദ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള തൗഹീദ്. സാധാരണ കഴിവ് പടപ്പുകളുടേതാണ്. അസാധാരണ കഴിവ് മാത്രമേ അള്ളാഹുവിൻ്റെതുള്ളൂ. ചില തലതിരിഞ്ഞവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ചുരം കയറിയിട്ട് 9ാം വളവിൽ വെച്ചിട്ട് വണ്ടിന്റെ ബ്രേക്ക് പൊട്ടുമ്പോഴാണ് അള്ളാഹ് എന്ന് വിളിക്കേണ്ടത് എന്ന്. കാരണങ്ങളുടെ ബന്ധം മറ്റുപോകുന്ന സ്ഥലത്ത് മാത്രമേ സൃഷ്ടാവായ അള്ളാഹുവിനെ ആശ്രയിക്കേണ്ടതുള്ളൂ. അല്ലാത്തോടത്തൊക്കെ പടപ്പുകൾക്ക് അവർക്ക് അള്ളാഹു നേരത്തെ കൊടുത്തു വെച്ചൊരു കഴിവുകൊണ്ട് സ്വയം പ്രവർത്തിക്കുന്നു. അത് പഴയ കാലത്ത് മുഅ്തസിലി എന്ന് പറഞ്ഞ ഒരു മുബ്തദിഈങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ വിശ്വാസത്തിന്റെ അവശിഷ്ട. അവര് പറയുന്നത് പടപ്പുകളുടെ പ്രവൃത്തി പടപ്പ് തന്നെയാണ് സൃഷ്ടിക്കുന്നത് എന്നാണ്. ഇത് പക്ഷെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് നേരത്തെ എഴുതി തള്ളിയ അബദ്ധവിശ്വാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പടപ്പ് അവന്റെ ഉദ്ദേശപൂർവം അവന്റെ കഴിവും അറിവും ഉപയോഗിച്ച് അവന്റെ ശരീരാവയവങ്ങളെ ഉപയോഗിക്കുമ്പോൾ അതിന് കസ്ബ് എന്ന് പറയുന്നു. ഈ കസ്ബ് ചെയ്യുന്ന സന്ദർഭത്തിൽ അള്ളാഹുവാണ് ഖൽഖ് ചെയ്യുന്നത് കാര്യത്തെ. ഈ കാരണങ്ങളുമായി ബന്ധപ്പെടുന്നതിന് കസ്ബ് എന്നാ പറയാം സാങ്കേതികമായി. ഈ കസ്ബ് ഉണ്ടാവുന്ന സമയത്ത് അള്ളാഹുവാണ് ഇല്ലായ്മയിൽ നിന്നിട്ട് ആ സംഗതിയെ പടക്കുന്നവൻ. അതുകൊണ്ട് ഖൽഖ് ചെയ്യുന്ന ഖാലിഖ് അള്ളാഹുവാണ്. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈ. സാധാരണം അസാധാരണം എന്ന വ്യത്യാസമില്ല, അധീനം അതീതം എന്ന വ്യത്യാസമില്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനം അതീതം എന്ന വ്യത്യാസമില്ല. വല്ലാഹു ഖാലിഖു കുല്ലി ഷൈ. സൃഷ്ടികളാവുന്ന സൃഷ്ടികളും അവരുടെ പ്രവർത്തനങ്ങളും മറ്റൊരായത്തിൽ പറയാം വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. നിങ്ങളെ അള്ളാഹുവാണ് സൃഷ്ടിച്ചത് എന്നതുപോലെ വമാ തഅമലൂൻ നിങ്ങളുടെ അമലും അള്ളാഹു തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അപ്പൊ നിങ്ങളെ പടച്ച റബ്ബ് നിങ്ങളെ പടച്ചത് മറ്റൊന്നിൽ നിന്നിട്ടല്ലല്ലോ എന്നതുപോലെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും അവൻ തന്നെയാണ് പടക്കുന്നത്. അപ്പൊ ഇല്ലായ്മയിൽ നിന്നിട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഖൽഖ് അള്ളാഹുവിൻ്റെത് മാത്രമാണ്. എന്നാൽ പടപ്പിന് സ്വോദ്ദേശമായ പ്രവർത്തനങ്ങളിലൊക്കെ കസ്ബുണ്ട്. അതുകൊണ്ട് ഖൽഖല്ല അല്ലാഹു ലഹാമാ കസബത്ത് വലൈഹാ മക്തസബത്ത്. നല്ലത് ചെയ്തതിന്റെ ഗുണവും തെറ്റ് ചെയ്തതിന്റെ ശിക്ഷയും ആ ശരീരത്തിന് തന്നെ എന്താണ് കസ്ബ് ചെയ്തു എന്നതുകൊണ്ടിട്ട്. ഇങ്ങനെയാണ്. അപ്പൊ അള്ളാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഒരുവനാണ്.
അള്ളാഹുവിന്റെ ദാത്തിന് സമാനമായ ഒരു ദാത്തില്ല. അള്ളാഹുവിന്റെ ദാത്ത് നമ്മളെപ്പോലെ പലതുകൊണ്ട് കൂടിച്ചേർന്നുള്ളതല്ല, ഭാഗങ്ങളുള്ളതല്ല, അവയവങ്ങളുള്ളതല്ല. അള്ളാഹുവിന്റെ സിഫത്തുകൾ സമാനമായ സിഫത്ത് ലോകത്ത് ഒരാൾക്കും തന്നെ ഇല്ല. അള്ളാഹുവിന്റെ ഓരോ സിഫത്തും ഒന്ന് മാത്രമേ ഉള്ളൂ. ഒരിനത്തിൽപ്പെട്ട ഒന്നിലധികം സിഫത്തുകളില്ല. അഫ്ആലുകൾ യഥാർത്ഥത്തിൽ ഖൽഖ് എന്ന് പറയുന്ന സൃഷ്ടിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി അള്ളാഹുവിന്റേത് മാത്രമാണ്. സൃഷ്ടികളിൽ ആർക്കും അതിൽ യാതൊരു സ്വാധീനവുമില്ല. എല്ലാം ചെറുത് വലുത്, അധീനം അതീതം, സാധാരണം അസാധാരണം എന്ന യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാം അള്ളാഹുവാണ് ഖൽഖ് ചെയ്യുന്നത്. പടപ്പിന് കസ്ബ് മാത്രമാണ്. ഇതാണ് ചുരുങ്ങിയ തോതിൽ തൗഹീദിന്റെ വിശദീകരണം. ഇനി അള്ളാഹു പറയണം. അപ്പൊ 6 സിഫത്ത് പറഞ്ഞു നമ്മൾ. ഒന്ന് വുജൂദ്, അതിന് നഫ്സിയാ സിഫത്ത് എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. ബാക്കി ഖിദം, ബഖാ, മുഖാലഫത്തുൽ ഹവാദിസി, ഖിയാമും ബിൻ നഫ്സ്, വഹദാനിയത്ത്, ഇങ്ങനെ 5 സിഫത്തുകൾ പറഞ്ഞു. ഈ 5 സിഫത്തുകൾക്ക് സെൽബിയായ സിഫത്ത് എന്ന് പറയും. അള്ളാഹുവിനോട് അനുയോജ്യമല്ലാത്ത, കുറവിന്റെയും പോരായ്മയുടെയും അറിയിക്കുന്ന ഗുണങ്ങൾ ഇല്ല എന്നറിയിച്ചുകൊണ്ട് അള്ളാഹു സമ്പൂർണനാണ് എന്ന ആശയം കൊടുക്കുന്ന തഖ്ദീസിന്റെ സിഫത്തുകൾ എന്ന് പറയും, അല്ലെങ്കിൽ സെൽബിയായ സിഫത്തുകൾ എന്ന് പറയും. ഈ 5 സിഫത്തുകൾ. ഇതിൽ 1-2 സംശയങ്ങൾ ശക്തമായ, സാധാരണക്കാരെ വിഷമിപ്പിക്കുന്ന ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന് സൗകര്യം പോലെ നമുക്ക് മറുപടി പറയാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനി മുനസ്സഹൻ ഔസാഫുഹു. മുനസ്സഹൻ ഔസാഫുഹു എന്നാണ് ബൈത്തെങ്കിലും നേരിട്ട് അതിന്റെ അർത്ഥബന്ധം അങ്ങനെയല്ല. മുനസ്സഹൻ അൻ ളിദ്ദിൻ ഔ ശിബിഹിൻ ശരീക്കിൻ മുത്ലഖൻ വവാലിദിൻ കദൽ വലദ് വൽ അസ്തിഖാ, ഇങ്ങനെയാണ് നേരെ ബന്ധം. അതിന്റെ ഇടക്ക് ഔസാഫുഹു സനിയ എന്ന്. ഇപ്പൊ ഈ പറയപ്പെട്ട 5ഉം 1ഉം 6 സിഫത്തുകൾ അപ്പം എണ്ണി. ഇനി 14 സിഫത്തുകൾ എണ്ണാനുണ്ട്. ഈ 5ഉം 1ഉം 6 സിഫത്തും ഇനി വരാനുള്ള 7ഉം 7ഉം 14 സിഫത്തും ഉൾക്കൊള്ളുന്ന ഈ 20 സിഫത്തുകളും സനിയത്തുൻ, വളരെ വെളിവായി വ്യക്തമായി പ്രകടമായതാണ്. ഒരർത്ഥം അങ്ങനെയാണ് സനിയക്ക്, വാഹിറായത്, പ്രത്യക്ഷമായത്, വെളിവായത് എന്നൊക്കെ അർത്ഥത്തിന്. ഇനി മറ്റൊരർത്ഥത്തിന്റെ സനീയത്തിന് വളരെ ഉന്നതമായതാണ്. അതായത് സനീയത്ത് എന്ന് സന എന്നതിൽ നിന്നിട്ട്, ഹംസല്ലാതെ സന എന്നതിൽ നിന്നിട്ടാണ് അത് ഉത്ഭവിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം വെളിവാവുന്നതാണ് എന്ന്. വെളിച്ചം പോലെ വെളിവാവുന്നതാണ്, പ്രകടമാവുന്നതാണ് എന്നുള്ള അർത്ഥം വരും. ഇനി സനാ എന്ന് അവസാനം ഹംസയുള്ള ഒരു കലിമത്തുണ്ട്. അതാവുമ്പം ഔന്നിത്യം, ഉയർന്നത്, ഉന്നതമായത് എന്നൊക്കെ ഉള്ള അർത്ഥം. അപ്പൊ അള്ളാഹുവിന്റെ ഔസാഫുകൾ ഈ 20 സിഫത്തും അള്ളാഹുവിന്റെ സിഫത്തുകളൊക്കെ സനിയത്തുൻ, വളരെ വ്യക്തവും പ്രത്യക്ഷവും പ്രകടവുമാണ് എന്ന് മാത്രമല്ല അത്യുന്നതവും അതിമഹത്തരവുമാവുന്നു അള്ളാഹുവിന്റെ സിഫത്തുകൾ. എന്നിട്ട് പറയാണ് മുനസ്സഹൻ അൻ ളിദ്ദിൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ന് ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നാളെ അള്ളാഹു തൗഫീഖ് ചെയ്തെങ്കിൽ എടുക്കുക. ഇനി അള്ളാഹു സൃഷ്ടികളോട് എല്ലാ അർത്ഥത്തിലും വ്യത്യസ്തമായവനാണെന്നും സ്വയം നിലനിൽക്കുന്നവനാണ് എന്നെയും 2 സിഫത്തുകളുമായി ബന്ധപ്പെട്ട് മുബ്തദികൾ തെറ്റിദ്ധരിപ്പിക്കുന്ന 1-2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ക്ലിപ്പ് സഹിതം, ക്ലിപ്പല്ല നോട്ടീസ് സഹിതം. വഹാബികളാവുന്ന ഏതാനും തലതിരിഞ്ഞ ആളുകൾ എഴുതിയുണ്ടാക്കി ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകളുടെ കൂട്ടത്തിൽ മുതശാബിഹായ കുറെ സിഫത്തുകളെ പച്ച മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി അങ്ങനെ വിശ്വസിക്കാത്തവരൊക്കെ കാഫിറാണ് എന്ന് പറയുന്ന ഒരു ക്ഷുദ്ര നോട്ടീസ്, ആ നോട്ടീസ് സഹിതം ഒരു സുഹൃത്ത് അതിന്റെ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വളരെ സാന്ദർഭികമാണ്. ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ അതിന്റെ ചെറിയൊരു വിശദീകരണം നാളെ തരാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.